അസ്സലാമു ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല നാടൻ ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ ലഞ്ചിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണിത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഞാനൊരു 300 ഗ്രാം ചെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മസാല പുരട്ടി വെക്കണം. അപ്പം ഇങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് വലിപ്പമുള്ള ചെമ്മീൻ എടുക്കാൻ ശ്രദ്ധിക്കട്ടോ. എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഈ ചെറിയൊരു ചെമ്മീനായിരുന്നു. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഒരു 15 മിനിറ്റ് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഈ മസാലയൊക്കെ ഒന്ന് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഈ ചെമ്മീനെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചെമ്മീൻ അധികം വേവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. നന്നായിട്ട് മൊരിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ചെറിയ ചെമ്മീനായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത്. വലിയ ചെമ്മീനാണെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് ഇത് മറിച്ചിട്ട് കൊടുത്താലും മതി. അപ്പം ചെറുതായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് മറിച്ചിടാൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മിക്സാക്കി കൊടുക്കുന്നത്. അപ്പോൾ 2 വശവും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ കൂടുതലായി തോന്നുകയാണെങ്കിൽ ഇതിന്ന് കുറച്ച് എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം അവിടെ ഞാൻ കുറച്ച് ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഒരു 10-15ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ഇതുപോലെ റോസ്റ്റൊക്കെ റെഡിയാക്കുമ്പോൾ സവാളയിലാണല്ലോ ചെയ്യാറ്. ചെമ്മീന് കുറച്ച് മധുരമുള്ള റെസിപ്പി ആയതുകൊണ്ട് തന്നെ കൂടുതൽ മധുരം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെറിയുള്ളി എടുത്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല നാടൻ ടേസ്റ്റും കിട്ടും ഈ ഒരു റോസ്റ്റിന്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വേണ്ടതിന് ശേഷം ഒരു അരമുറി തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് തക്കാളിയൊക്കെ ഉടയുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. നേരത്തെ ചെമ്മീൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് ഈ ചെമ്മീനിലേക്ക് ഈ ഒരു മസാലക്കൂട്ട് പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ ഒരു 3-4 മിനിറ്റോളം ഇതുപോലെ ഒന്ന് കുക്കാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി നല്ല ഗ്രേവിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഇനിയും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇനി ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.